നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കിഴക്കൻ മേഖലയിലെ കനത്ത മഴ. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ. നിരവധി വീടുകളിൽ വെള്ളം കയറി. റോഡുകളിൽ വെള്ളക്കെട്ട്. മീനടത്ത് കാണാതായ യുവാവിനായി തോട്ടിൽ തിരച്ചിൽ. കരോട്ടുമുണ്ടിയാക്കൽ അനീഷിനെ കാണാതായത് ബുധനാഴ്ച പകൽ. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം ചേനപ്പാടിയിൽ നിന്നും കണ്ടെടുത്തു. കുടുംബശ്രീ ജില്ലാ കലോത്സവം അരങ്ങ് 2024 തുടക്കം. ആദ്യ ദിനം രചനാ മത്സരങ്ങൾ. വനിതകളുടെ സജീവ പങ്കാളിത്തം. വാർത്തകൾ വിശദമായി. കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം എത്തിയതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. ചെങ്ങളം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ 3 ദിവസങ്ങളായുള്ള കനത്ത മഴയിൽ കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം എത്തിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. കോട്ടയം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായിട്ടുണ്ട്. കോട്ടയം കുമരകം റൂട്ടിൽ ഇല്ലിക്കക്കല്ലിൽ വെള്ളം കയറി. ചെങ്ങളം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര, കരിപ്പൂത്തട്ട അടക്കമുള്ള പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ രാവിലെ മഴ ഒഴിഞ്ഞു നിന്നുവെങ്കിലും രാത്രിയിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായി. ഏറ്റുമാനൂർ പുന്നത്തറ കമ്പനിക്കടവ് പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറി പ്രദേശം ഒറ്റപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറി. വൈക്കം മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പലയിടത്തും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തത് തിരിച്ചടിയായിട്ടുണ്ട്. 23 ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. മഴ തുടരുന്നതിനാൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനടത്ത് കാണാതായ യുവാവിനായി തോട്ടിൽ തിരച്ചിൽ. മീനടം സ്വദേശി അനീഷ് എബ്രഹാമിനെയാണ് ബുധനാഴ്ച പകൽ കാണാതായത്. പാലത്തിൽ നിന്നും അനീഷിന്റെ ചെരുപ്പ് ലഭിച്ചിരുന്നു. മീനടത്ത് കാണാതായ യുവാവിനായി തോട്ടിൽ തിരച്ചിൽ ആരംഭിച്ചു. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് തോട്ടിൽ തിരച്ചിൽ നടത്തുന്നത്. മീനടം കരോട്ട് മുങ്ങിയാനിൽ അനീഷ് എബ്രഹാമിനെയാണ് കാണാതായത്. എബ്രഹാം വർഗീസ് ലീലാമ്മ ദമ്പതികളുടെ മകനായ അനീഷിനെ ബുധനാഴ്ച രാവിലെ 10 മണി മുതലാണ് കാണാതായത്. വീട്ടിൽ നിന്നും ആന്റിയുടെ വീട്ടിലേക്ക് പോയതായിരുന്നു അനീഷ്. തുടർന്ന് വീട്ടിൽ തിരികെ എത്താതെ വന്നതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. ഇതിനിടെ പ്രദേശത്തെ തോടിന് സമീപത്ത് അനീഷിന്റെ ചെരുപ്പ് കണ്ടതോടെയാണ് തോട് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. മീനടത്തു നിന്നും പാമ്പാടിക്ക് കിടക്കുന്ന തോട്ടിലാണ് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നത്. സംഭവത്തിൽ പാമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കളപ്പുരയ്ക്കൽ തിലകന്റെ മൃതദേഹമാണ് ചേനപ്പാടി ഇളയാറ്റുകാവ് കടവിൽ നിന്നും കണ്ടെത്തിയത്. 3 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കുടുംബശ്രീ ജില്ലാ കലോത്സവം അരങ്ങ് 2024 കോട്ടയത്ത് തുടങ്ങി. ഇതിന്റെ ഭാഗമായുള്ള രചനാ മത്സരങ്ങൾ നടന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ മിഷന്റെ 26ാം വാർഷികം ആഘോഷിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ 78 CDSകളിലെയും ADS സ്ഥലങ്ങളിലും CDS സ്ഥലങ്ങളിലും അരങ്ങ് 2024 എന്ന പേരിൽ കുടുംബശ്രീ കലോത്സവം നടത്തിയിരുന്നു. ജില്ലയിലെ 5 മേഖലകളിലായി സംഘടിപ്പിക്കപ്പെട്ട ക്ലസ്റ്റർ കലോത്സവങ്ങളിലെ വിജയികളെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ജില്ലാ കലോത്സവം 2 ദിവസങ്ങളിലായി കോട്ടയത്ത് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്റ്റേജ് ഇതര മത്സരങ്ങൾ ആരംഭിച്ചു. ജലച്ചായം, പെൻസിൽ ഡ്രോയിങ്, കൊളാഷ് എന്നീ മത്സരങ്ങളിൽ സജീവ പങ്കാളിത്തം വനിതകളിൽ നിന്നും ലഭിച്ചു. മെയ് 31 രാവിലെ 10 മണിക്ക് ഡോക്ടർ ഹരികുമാർ എസ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MG സർവകലാശാലയും വാഴൂർ SBR NSS കോളേജും സംയുക്തമായി ഓണേഴ്സ് ബിരുദ ബോധവൽക്കരണ പരിപാടി നടത്തി. യൂണിവേഴ്സിറ്റി UGP മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ തോംസൺ K. അലക്സ് ക്ലാസ് നയിച്ചു. MG സർവകലാശാലയും വാഴൂർ SBR NSS കോളേജും സംയുക്തമായി ഓണേഴ്സ് ബിരുദ ബോധവൽക്കരണ പരിപാടി നടത്തി. പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങളും ആശങ്കകളും അകറ്റുന്നതിനുമായാണ് മുഖാമുഖം നടത്തിയത്. വാഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മുഖാമുഖം പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജി ഉദ്ഘാടനം ചെയ്തു. 4 വർഷം ബിരുദം എന്ന് പറയുമ്പോൾ 4 വർഷം തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. 3 വർഷമാകുമ്പോൾ 2.5 വർഷം പൂർത്തിയാക്കി ബിരുദം മാത്രം സമ്പാദിച്ച് എക്സിറ്റ് ആകാനുള്ള അവസരം ഈ പാഠ്യപദ്ധതി വിഷയത്തിന്റെ ഭാഗമായി കൊടുക്കുകയാണ്. പിന്നീടുള്ള 1 വർഷം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ അവസാന വർഷ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി 4 വർഷം പൂർത്തിയാകുമ്പോൾ ഓണേഴ്സ് ബിരുദം സമ്പാദിച്ച് പുറത്ത് ഇറങ്ങി ഏറ്റവും മിടുക്കന്മാരായിട്ട് പോകാനും അതിനുശേഷം പിന്നീട് ലാറ്ററൽ എൻട്രിയിലൂടെ PG സെക്കൻഡ് ഇയർ അഡ്മിഷൻ പോകാനൊക്കെയുള്ള അവസരം ഈ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ ഇനിയും ഇത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ
നമുക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളെ ഇത്തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. MGU UGP മാസ്റ്റർ ട്രെയിനർ ഡോക്ടർ തോംസൺ കെ അലക്സ് ക്ലാസ് നയിച്ചു. പത്രമാധ്യമങ്ങൾ നമ്മളോട് പറയും ഇനി മുതൽ 4 വർഷ ഡിഗ്രിയാണ്. അല്ലേ അല്ല, 4 വർഷ ഡിഗ്രി എന്ന് പറയുന്ന അജണ്ട MG യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. പകരം 4 വർഷ ഓണേഴ്സ് പ്രോഗ്രാമും 3 വർഷ ഡിഗ്രിയുമാണ്. ഈ 3 വർഷ ഡിഗ്രി എന്ന് പറയുന്നത് നേരത്തെ ആണെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ പഠിച്ചു പോകാമായിരുന്നു. ഇപ്പോൾ അത് 2.5 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കി പോകാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഫ്ലെക്സിബിലിറ്റി എന്നൊരു കാര്യമാണ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് മാറി പഠിക്കണമെന്ന ചിന്ത. സയൻസ് വിഷയങ്ങളിൽ പഠിച്ചുകൊണ്ട് +2 പൂർത്തീകരിച്ച് കോളേജിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് സയൻസ് വേണ്ട, പകരം ആർട്സ് മതി, അത് ഇന്നും സാധ്യമാണ്. പക്ഷേ ആർട്സ് പഠിച്ചിട്ട് ഹ്യൂമാനിറ്റി സ്ട്രീമിൽ പഠിച്ചിട്ട് കോളേജിലേക്ക് എത്തുന്ന ഒരു കുട്ടിക്ക് തിരിച്ച് സയൻസ് പഠിക്കണമെന്ന് കണ്ടാൽ അതിന് നിലവിലുള്ള സംവിധാനം അനുവദിക്കുന്നില്ല. പക്ഷേ പുതിയ MGU UGP പ്രോഗ്രാം അതിന് അനുവദിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B ഗോപകുമാർ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഉതകുന്ന രീതിയിൽ വിദേശ സർവകലാശാലകളിലെ ബിരുദ പഠനത്തിന് സമാനമായി രൂപപ്പെടുത്തിയ പുതിയ പാഠ്യപദ്ധതിയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഈ അധ്യയന വർഷം മുതൽ നടപ്പാക്കുന്നത്. സിഗ്നേച്ചർ കോഴ്സുകളിലൂടെ അധ്യാപകർ സ്വന്തം നിലയിൽ വിഷയങ്ങൾ രൂപകൽപ്പന ചെയ്തു പഠിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാല റിവർവ്യൂ റോഡ് ഇടിഞ്ഞു. റോഡിന്റെ അടിഭാഗമാണ് കല്ലുകൾ ഇടിഞ്ഞു വീണ് അപകടകരമായിട്ടുള്ളത്. പാല നഗരത്തിൽ മീനച്ചിലാറിന്റെ തീരത്തുകൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ റിവർവ്യൂ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ട് ദിവസങ്ങളായി. പാല വലിയ പാലത്തിന് സമീപത്തായി നിലവിൽ നിർമ്മാണം നിലച്ചിരിക്കുന്ന റിവർവ്യൂ റോഡിനോട് ചേർന്നുള്ള പഴയ റിവർവ്യൂ റോഡിന്റെ അടിഭാഗമാണ് കല്ലുകൾ ഇടിഞ്ഞു വീണ് അപകടകരമായിട്ടുള്ളത്. ഇവിടെ കാൽനടയാത്രക്കാർക്കായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് അപകടക്കെണി. ഒരു പൊത്തുപോലെ റോഡിന്റെ അടിയിൽ ഗർത്തം രൂപപ്പെട്ടു. ഏത് നിമിഷവും ബാക്കി റോഡ് ഭാഗം കൂടി ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണുള്ളത്. മീനച്ചിലാറിൽ വെള്ളം ഉയർന്നാൽ ഈ റോഡിന്റെ വശങ്ങളിൽ മുട്ടുമെന്ന് ഉറപ്പാണ്. ശക്തമായ വെള്ളം തള്ളലിൽ റോഡ് ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ ഇതുവഴി വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ റോഡിന്റെ അപകടാവസ്ഥ അത്രമേൽ മനസ്സിലാകണമെന്നില്ല. ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ നിത്യേന സഞ്ചരിക്കുന്ന വഴിയാണിത്. റോഡിന്റെ ഉള്ളിലേക്കുള്ള തകർച്ച മനസ്സിലാകാതെ ഭാരവാഹനങ്ങൾ വഴിയുടെ വശം ചേർന്നാൽ റോഡ് ഇടിയുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിന് വശത്തെ ഈ പൊത്തിൽ നിന്നും മണ്ണും കല്ലുമൊക്കെ ഊർന്നു വീഴുന്നുണ്ടെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു. വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് നീങ്ങി നടക്കുന്ന കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ്. റോഡിന്റെ വശം ഇടിഞ്ഞു വീണയുടൻ യാത്രക്കാർ പൊതുമരാമത്ത് വകുപ്പ് അധികാരികളെ വിവരം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇവിടെ വീപ്പകളും അതിന്മേൽ കാട്ടുപള്ളകളും നാട്ടിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ ഒഴിവായേക്കും എന്നാണ് അധികാരികളുടെ പ്രതീക്ഷ. ഇതുവഴിയുള്ള ഭാരവാഹനങ്ങളുടെ സർവീസ് നിയന്ത്രിച്ച് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാല. CITUവിന്റെ സ്ഥാപക ദിനം ആഘോഷിച്ചു. VD രജികുമാർ പതാക ഉയർത്തി. അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ ഉദ്ഘാടനം ചെയ്തു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ തൊഴിലിടങ്ങളും പരിസരവും പൊൻകുന്നം ടൗണും ശുചീകരിച്ചു. ചെറുവള്ളി അടാമറ്റം മാടത്താനിൽ ലീലാമണിയമ്മ നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അറിയിപ്പ്. കാഞ്ഞിരപ്പള്ളി IHRD കോളേജിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, കണക്ക് വിഷയങ്ങളിൽ പാർട്ട് ടൈം അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 1-11 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0488206480. ആലപ്പുഴ ഗവൺമെന്റ് LVLP സ്കൂളിൽ LP/ST അറബി അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 1-10:30 സ്കൂളിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 9074153455. MG സർവകലാശാലയിൽ സെർബ് പ്രോജക്റ്റിൽ റെസിഡൻസി ഇന്റേൺഷിപ്പ് 2 ഒഴിവുകളിലേക്കും ഫീൽഡ് ഇന്റേൺഷിപ്പ് 15 ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂൺ 5. ഫോൺ 8714770906. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ മേഖലയിലെ കനത്ത മഴ. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ. നിരവധി വീടുകളിൽ വെള്ളം കയറി. റോഡുകളിൽ വെള്ളക്കെട്ട്. മീനടത്ത് കാണാതായ യുവാവിനായി തോട്ടിൽ തിരച്ചിൽ. കരോട്ടുമുണ്ടിയാക്കൽ അനീഷിനെ കാണാതായത് ബുധനാഴ്ച പകൽ. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം ചേനപ്പാടിയിൽ നിന്നും കണ്ടെടുത്തു.
കുടുംബശ്രീ ജില്ലാ കലോത്സവം അരങ്ങ് 2024 തുടക്കം. ആദ്യ ദിനം രചനാ മത്സരങ്ങൾ, വനിതകളുടെ സജീവ പങ്കാളിത്തം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.